Dear students, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇത്തിരി വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു എസ്സേക്ക് സ്കോപ്പ് ഉള്ള ഒരു ടോപ്പിക്കാണിത്. ഫുള്ള് നമുക്ക് ഈ ബാൻഡികാമിന്റെ 10 മിനിറ്റ്സിന്റെ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. 2 ക്ലാസ് ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് അത് പഠിക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിനെ എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു? മെയിൻ ആയിട്ട് ഓഡിറ്റിനെ 5 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആൻഡ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, ഇന്റേണൽ ഓഡിറ്റ് ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ്, കൺകറന്റ് ഓഡിറ്റ് ഓർ കണ്ടിന്യൂസ് ഓഡിറ്റ് ആൻഡ് പീരിയോഡിക്കൽ ഓഡിറ്റ്. കൺകറന്റ് ഓഡിറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് കണ്ടിന്യൂസ് ഓഡിറ്റ്. അപ്പൊ ശരിക്കും കണ്ടിന്യൂസ് ഓഡിറ്റ് ആൻഡ് പീരിയോഡിക്കൽ ഓഡിറ്റ് എന്നാണ് ആ ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ കൺകറന്റ് ഓഡിറ്റ് ഓർ പീരിയോഡിക്കൽ ഓഡിറ്റ് എന്നാണ്. ശ്രദ്ധിക്കണം. Specialized audit and interim audit. Interim audit. First one is statutory audit and non-statutory audit. എന്താണ് statutory എന്ന് വെച്ചാൽ അർത്ഥം? നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ഞാൻ ഓഡിറ്റിംഗ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓഡിറ്റിംഗ് നടത്തുക എന്നത് എല്ലാ ഫേമുകൾക്കും കമ്പൽസറി അല്ല. എന്നാൽ ഗവൺമെന്റ് കമ്പനീസിനും മറ്റ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾക്കും നിർബന്ധമാണ്. പിന്നെ എന്തിനാണ് ഓഡിറ്റിംഗ് നടത്തുന്നത്? സ്ഥാപനങ്ങളിലെ, ഇപ്പൊ ഞാൻ പാർട്ട്ണർഷിപ്പ് ഒക്കെ ആണെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും പ്രസന്റ്ലി ഡേ ടു ഡേ അഫയേഴ്സിൽ ഇന്റർഫിയർ ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഓഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അത് എറർലെസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒന്നാണെന്നാണ് ഒരു അസംഷൻ. അപ്പൊ അതുകൊണ്ടാണ് അവർ ഓഡിറ്റിംഗ് നടത്തുന്നത്. അങ്ങനെ ഓഡിറ്റിംഗ് നടത്തുന്നതിനെ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യയിൽ മെമ്പർഷിപ്പ് ഉള്ള CA കഴിഞ്ഞിട്ടുള്ള ഒരാളാവണം എന്ന് യാതൊരു നിർബന്ധമില്ല. എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് പ്രകാരം ഓഡിറ്റ് നടത്തുന്ന ഒരു ഓഡിറ്റർക്ക് അതിനനുസരിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താ? CA പാസ്സായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യയിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരു ഓഡിറ്റർ തന്നെ ആയിരിക്കണം. അപ്പൊ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആൻഡ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്? നിയമപ്രകാരം നിർബന്ധമായി നടത്തുന്ന ഓഡിറ്റിനെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്നും അല്ലാത്ത ഓഡിറ്റിനെ നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്നും പറയുന്നു. ഇറ്റ് ഈസ് ദ ഓഡിറ്റ് കണ്ടക്ടഡ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ലോ. ഫോർ എക്സാമ്പിൾ, ഫോർ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 required the audit accounts by professionally qualified auditor. He is appointed by the shareholders of the company at annual general meeting. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, വൺ വേർഡിന് ചോദിക്കാനും സാധ്യതയുണ്ട്. Who appoint the auditor? ആരെ അപ്പോയിന്റ് ചെയ്യണേ? ഷെയർ ഹോൾഡേഴ്സ്. എപ്പോഴാണ് അപ്പോയിന്റ് ചെയ്യണേ? ഇൻ ദ ആനുവൽ ജനറൽ മീറ്റിംഗ്. The statutory audit is mandatory audit and is conducted every year. Okay. By an auditor called statutory auditor. In India, joint stock companies, banking companies, insurance companies, electricity company, cooperative societies, trust should conduct compulsory audit. ഇനി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് തന്നെ പലതരത്തിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആരൊക്കെയാ ചെയ്യുന്ന പറഞ്ഞത്? ബാങ്കിങ് കമ്പനി, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ഇൻഷുറൻസ് കമ്പനി, ഇലക്ട്രിസിറ്റി കമ്പനി, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ട്രസ്റ്റ്. അപ്പൊ എന്തൊക്കെയാണ്, ഏതൊക്കെ പലതരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്തൊക്കെയാണ്? കമ്പനി ഓഡിറ്റ്, ബാങ്ക് ഓഡിറ്റ്, ഇൻഷുറൻസ് ഓഡിറ്റ്, ഇലക്ട്രിസിറ്റി കമ്പനി ഓഡിറ്റ് ആൻഡ് ട്രസ്റ്റ് ഓഡിറ്റ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഡിറ്റ്. എന്താ കമ്പനി ഓഡിറ്റ്? 1956 കമ്പനി ആക്ട് പ്രകാരം ഫോം ചെയ്തിട്ടുള്ള കമ്പനികൾക്ക് നിർബന്ധമായി ഓഡിറ്റിംഗ് നടത്തേണ്ടതാണ്. അങ്ങനെ ഓഡിറ്റ് നടത്തണമെങ്കിൽ അതിൽ ആരായിരിക്കണം? അദ്ദേഹം ക്വാളിഫൈഡ് ആയിരിക്കണം. അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത് ആനുവൽ ജനറൽ മീറ്റിംഗിലെ ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഹി ഷുഡ് ബി എ ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് വിത്ത് മെമ്പർഷിപ്പ് ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ. The appointment, rights, duties and liabilities of auditors are clearly laid down in the Companies Act. Okay. The audit report is submitted to the MD who has placed it before the shareholders. ആർക്കാ റിപ്പോർട്ട് കൊടുക്കേണ്ടത്? MD-ക്കാണ്. അദ്ദേഹം അത് എവിടെ വെക്കണം? ആ റിപ്പോർട്ട് എവിടെ പ്രസന്റ് ചെയ്യണം? ബിഫോർ ദ ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ. നെക്സ്റ്റ് ബാങ്ക് ഓഡിറ്റ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എത്രയാ? മറന്നോ? 1949. Auditing is compulsory for all banking companies. As bank deals with other people's money, it is essential to ensure that they keep proper books of accounts.
ബാങ്കിന്റെ പ്രത്യേകത എന്താ? ബാങ്ക് സ്വന്തം പണം കൊണ്ടാണ് ബിസിനസ് നടത്തുന്നത്. മറ്റുള്ളവരുടെ പണം കൊണ്ട് ട്രാൻസാക്ഷൻസ് നടത്തുന്ന ആൾക്കാരാണ് ബാങ്ക് അല്ലെ. അപ്പൊ എന്തായിരിക്കണം? അവർ നിർബന്ധമായും they should ensure that they keep proper books of accounts. The auditor verify the profit and loss account and balance sheet to ensure that they show a true and fair view of the financial matters of the bank. Bank audit helps to ensure that the bank carries on banking business as per the Banking Regulation Act. Auditing of banks enhance the confidence of depositors. അപ്പോൾ ബാങ്കിന്റെ ഓഡിറ്റിംഗ് നടക്കുന്ന പക്ഷം എന്താ ഉണ്ടാവുന്നത്? എന്താ എൻഹാൻസ് ചെയ്യുന്നത്? Enhance the confidence of depositors. Okay, next insurance audit. Insurance Act എത്രയാ? 1938. The Act prescribes the books of accounts to be maintained by the insurance company. Insurance company should have sufficient financial stability to honor the claims of the policy holders. എന്താ ഇൻഷുറൻസ് എപ്പോഴും എൻഷുർ ചെയ്യേണ്ടത്? ഒരു പോളിസി ഹോൾഡർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ ആ സമയത്ത് സ്റ്റേബിൾ ആയിട്ട് ഫിനാൻഷ്യൽ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതാണ് ഇൻഷുറൻസ് കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. Okay, next electricity company audit. The Electricity Supply Act 1948 അത് നമ്മൾ പഠിച്ചിട്ടില്ല, അത് ആദ്യമായിട്ട് പഠിക്കുന്നതാണ്. എത്രയാ? 1948 controls the working of electricity companies in India. Books of accounts to be maintained by the electricity company are prescribed by the said Act. What is the said Act? The Electricity Supply Act 1948. The auditor examines the books of accounts and ensure their correctness and reliability. And the next one is trust audit. Trust എന്ന് പറയുമ്പോൾ എന്താ? കുറെ ഡൊണേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. അപ്പൊ തീർച്ചയായും അതിന്റെ കാര്യങ്ങൾ കറക്റ്റ് ബെനിഫിഷ്യറീസിന് ലഭിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയുന്നതിന് വേണ്ടി എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം? അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം, ഓഡിറ്റ് ചെയ്യണം. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എത്രയാ? 1912. The auditing of accounts is compulsory for cooperative society. The cooperative department on the state government is responsible for conducting the audit. The auditor is appointed by the registrars of the society. Okay, ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഇന്ന് പഠിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ഒരു ക്ലാസ്സിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന്റെ ക്ലാസിഫിക്കേഷനും എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. ഒരു 2 ദിവസത്തെ 3 ദിവസത്തെ ക്ലാസ് കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.